മഹ്ശറ എന്ന് പറയുന്നത് സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്ന ഘട്ടമാണ്. 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ഘട്ടമാണ് മഹ്ശറ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചൂടത്ര കാഠിന്യമാണ്. പകലൊരു പരിപാടി ഇവിടെ നടത്തിയാൽ ഒരു മനുഷ്യനില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ചെറിയ രംഗമല്ല. മാത്രമല്ല, കത്തിച്ചൊലിക്കുന്ന സൂര്യനെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുന്ന സമയമാണ് മഹ്ശറ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തും. നരകത്തെ മുന്നിൽ കൊണ്ടുവരും, എന്നിട്ട് വിചാരണ തുടങ്ങുള്ളൂ. മഹ്ശറയുടെ തുടക്കം തന്നെ നരകത്തെ മുന്നിൽ കൊണ്ടുവന്നിട്ടേ വിചാരണ തുടങ്ങുള്ളൂ. നഊദു ബില്ലാഹ്, പഠിച്ചു വെക്കേണ്ടതായ വചനങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ നരകത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ ചെറുതല്ലല്ലോ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഊഖിദന്നാറു അൽഫ സനാ ഹത്താ ഹമറത് ثم ഊഖിദ അൽഫ സനാ ഹത്താ ബിയല്ലത് ثم ഊഖിദ അൽഫ സനാ ഹത്താ സ്വദത് വഹിയ സൗദാഉൻ മുളിമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബാ ഉഖിദന്നാറു അൽഫ സനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ 1000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു കത്തിച്ചുവത്രേ. ഹത്താ ഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സ്വഹാബ. നരകത്തെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, നരകത്തിന്റെ സൃഷ്ടിപ്പ് അല്ലാഹു സമൂഹത്തിന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉത്ബുദ്ധതയിലേക്ക്, കല്ലിനും കഞ്ചാവിനും അടിമപ്പെട്ട സമൂഹത്തിന് ഉത്ബുദ്ധതയിലേക്ക് റസൂലുള്ളാഹി കൊണ്ടുവരുകയാണ്. ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് നീ കഴിയരുതേ. നിനക്കൊരു ലോകം വരാനുണ്ട്, അത് ഖബറാണ്. അത് കഴിഞ്ഞൊരു ലോകം വരാനുണ്ട്, അത് മഹ്ശറയാണ്. കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തുന്ന ലോകമാണ്. കത്തിയാളുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുന്ന ലോകമാണ്. ആ നരകത്തെ കുറിച്ച് റസൂലുള്ളാഹി വാചാലനാവുകയാണ്. പഠിച്ചു വെക്കണേ, കാലാമ്പൂർ ഒരുമിച്ച് കൂടിയ വാറ്റുഴിയിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഊഖിദന്നാറു അൽഫ സനാ. നരകത്തെ 1000 വർഷം രാവും പകലും നിരന്തരമായി അല്ലാഹു കത്തിക്കുകയാണ്. ഹത്താ ഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സ്വഹാബ, ചുവന്നു തൊടുത്തു സ്വഹാബ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ثم ഊഖിദ അൽഫ സനാ. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. 1000 കൊല്ലം രാവും പകലും നിരന്തരമായി കത്തിച്ച് ചുവന്നു തൊടുത്ത നരകത്തിന്റെ കത്തിക്കൽ അല്ലാഹു നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു കത്തിക്കുകയാണ്. ഹത്താ ബിയല്ലത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു പോയത്രേ. നിർത്തുന്നില്ല. ثم ഊഖിദ അൽഫ സനാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, വല്ലാത്ത രംഗമാണ് സ്വഹാബ, വല്ലാത്ത ഭീതിതമാണ് സ്വഹാബ. 1000 വർഷം നിരന്തരമായി കത്തിച്ച് ചുവന്നു തൊടുത്ത നരകം, വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച് വെളുത്തു പോയ നരകം. ആ നരകത്തെ അല്ലാഹു കത്തിക്കൽ നിർത്തുന്നില്ല. രാവും പകലും നിരന്തരമായി കത്തിക്കുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കാൻ പറയുകയാണ്. 3000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു കത്തിക്കുകയാണ്. ഹത്താ സ്വദത്ത്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത് കറുത്തുപോയി സ്വഹാബ. വഹിയ സൗദാഉൻ മുളിമാ. വല്ലാതെ കറുകറുത്തതായ ഇരുൾമുറ്റിയതായ നരകമായി മാറിയിരിക്കുകയാണ്. ആര് കണ്ടാലും പേടിക്കുന്ന കോലമാണ്, ആര് കണ്ടാലും ഭയക്കുന്ന കോലമാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ആ നരകത്തെ തൊട്ട് നീ കാവൽ തേടണേ. ജുമുഅ ദിവസം പള്ളിയിലേക്ക് പോകുന്ന സഹോദരാ, ആ പള്ളിയുടെ മിമ്പറിൽ നിന്ന് കേൾക്കുന്നില്ലയോ? 3 പ്രാവശ്യം ഖതീബ് ഉസ്താദ് ആവർത്തിച്ച് ചോദിക്കുന്നത് ഒരേ ഒരു
ഒരു കാവൽ തേട്ടം മാത്രമാണ്. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. അല്ലാഹുവേ പടച്ച റബ്ബേ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. കാരണം നരകം ഒരു ചെറിയ വിഷയമല്ല, നരകം ഒരു ഭീതിതമായ ലോകമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ മനസ്സിലാക്കിയതുപോലെ രണ്ട് വിറകുകൊള്ളികൾ ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കുന്നതായി നരകത്തെ നീ കാണരുതേ, നരകത്തെ നീ മനസ്സിലാക്കരുതേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലിഹാ, വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലിഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ, സ്വഹാബാ, ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും മുറിച്ചെടുത്ത് അത് കഷ്ടമാക്കി അത് വിറകൊള്ളികളാക്കി അതൊരു മരുഭൂമിയിലിട്ടുകൊണ്ട് നീ കത്തിച്ചാലും ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികൾ, മൂവാറ്റുപുഴയിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, എറണാകുളം ജില്ലയിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, ലോകത്തുള്ള ആമസോൺ കാടുകളടക്കമുള്ളതായ ഏതൊക്കെ മുഴുവൻ വൃക്ഷലതാദികളുണ്ടോ സസ്യലതാദികളുണ്ടോ അതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ. ജഹന്നമിലേക്ക് ചേർത്ത് നോക്കിയിട്ട്, നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് ചെറുതാണ്, 100-ൽ 1 ഭാഗം മാത്രമാണ് നരകമെന്ന് നീ കരുതണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള മുഴുവൻ മരങ്ങളും മുറിച്ചിട്ടിട്ട് കത്തിച്ചാലും നരകമാണോ നീ കണക്കാക്കുന്നത്? നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അതൊരു ചെറുതാകട്ടോ, 100-ൽ 1 കേട്ടോ, ബാക്കി 99 നീ ചിന്തിച്ചതിനപ്പുറമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായിക്കോ? അപ്പൊ നരകം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരൊറ്റ ഹദീസ് മതി അതിന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ. നീ മനസ്സിലാക്കിയതിനപ്പുറമാണെന്ന് കരുതാൻ. ഈ കരുതുന്ന 2 വിറകുകൾ കയറ്റി വെച്ചിട്ട് താത്ത അതിനകത്ത് ഇട്ടിട്ട് കുറച്ചേരം ഇട്ടിട്ട് പുഴുങ്ങിട്ട് വിടും. അല്ല, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നരകം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, ചെറിയ കാര്യമല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തെ നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരും. അത്രേ, മഹ്ശറിലേക്ക് കൊണ്ടുവരും. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ജിബ്രീലേ നീ പോ, യാ അല്ലാഹ്, പോയിട്ട് മാലിക് എന്ന മലക്കിനോട് പറയും, നരകത്തെ കാക്കുന്ന മലക്കിനോട് പറയും, നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി പറയും. സമയമായിട്ടുണ്ട്, വിചാരണ തുടങ്ങാൻ പോവാൻ. 4ാമത്തെ ഘട്ടം തുടങ്ങണമെങ്കിൽ ആര് വരണം? നരകം കൂടി വരണം. സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നരകത്തെ തൊട്ട് കാവൽ തേട്ട ഇല്ലാത്ത സ്ഥലം എവിടെയാണ്? إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റുന്ന മനുഷ്യൻ ആയിരിക്കുന്ന കട്ടിലിരുന്നുകൊണ്ട്, വിരിപ്പിലിരുന്നുകൊണ്ട് ഓതേണ്ട സൂക്തമാണ്. അവസാനമായതിൽ പറഞ്ഞു നിർത്തുന്നത് ഫഖിനാ അദാബന്നാർ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ, അവിടെ ഇരുന്നിട്ട് പറയാ,
മുഅ്മിനായ മനുഷ്യൻ പറയേണ്ടതാ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടം. ഈ ആയത്ത് ഓതിയിട്ട് അവസാനം പറയുന്നത് എന്താ? ഫഖിനാ അദാബന്നാർ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. ഇതൊക്കെ നീ സൃഷ്ടിച്ചത് വെറുതെ അല്ല, നിരർത്ഥകമല്ലെന്ന് അറിയാൻ പടച്ച റബ്ബേ. ഫഖിനാ അദാബന്നാർ. നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ, കാലത്ത് എഴുന്നേറ്റിട്ട് ചായ കുടിക്കുന്നതിന് മുമ്പ് തുടങ്ങുക നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പള്ളിയിലേക്ക് പോയി സുബഹിക്ക് മുമ്പ് അഥവാ ഫർള് നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. സുബഹിയുടെ സുന്നത്ത് നമസ്കാരം ഭയങ്കര ശ്രേഷ്ഠതയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റവാത്തിബ് സുന്നത്തുകളിൽ അഥവാ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് ഏത്? സുബഹിയുടെ സുന്നത്ത്. വളരെ ശ്രേഷ്ഠതയാണ്, മനസ്സിലായിക്കോ. അത് റവാത്തിബ് സുന്നത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരം അഥവാ ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ ഉണ്ടല്ലോ, അതിനാണല്ലോ റവാത്തിബ്. നമ്മൾ മദ്രസയിൽ പഠിച്ച ആ സുന്നത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് സുബഹിയുടെ സുന്നത്ത് നമസ്കാരം. ആ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുക. നമ്മൾ വീട്ടിലാകട്ടെ പള്ളിയിലാകട്ടെ. വീട്ടിൽ ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ പിന്നെ അവിടെ തന്നെ മുസല്ല വിരിച്ച് ഫർളും കൂടെ നിസ്കരിച്ചിട്ട് ഹൈവാൻ കിടന്ന് ഉറങ്ങും. അതുകൊണ്ട് പള്ളിയിൽ പോകുന്നതായിരിക്കും നല്ലത്. വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കണമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ലാ തജഅലു ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകൾ എന്താക്കരുത്? ശ്മശാനമാക്കരുത്, മൂകമാക്കരുത്. ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ അന്തരീക്ഷം വളരെ റാഹത്താക്കണം. നിങ്ങളുടെ വീടുകളെ സുന്നത്ത് നമസ്കാരം കൊണ്ടൊക്കെ ഹയാത്താക്കണം. പുരുഷന്മാർ സുന്നത്ത് നിസ്കരിക്കണം വീട്ടിൽ. ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്ത്, ളുഹായുടെ സുന്നത്ത്, മഗ്രിബിന് ശേഷമുള്ള അവ്വാബിൻ സുന്നത്ത്, വിത്ർ നമസ്കാരം, ഇതൊക്കെ കൃത്യം വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കരിക്കണമെന്നാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കാൻ എങ്ങനെയാ നമസ്കരിക്കേണ്ടത്? ഫാത്തിഹ ഓതിയതിനു ശേഷം 2 സൂറത്തുകൾ അവിടെ ഓതണം. ഒന്നാമത്തെ റക്അത്തിൽ ഒന്ന് അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്താണ്. അതിനോട് ചേർത്ത് സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂക്തം. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീൽ. അതിനോടൊപ്പം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ്. ഇങ്ങനെ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചാൽ എന്താ? അന്നത്തെ ദിവസം ഒരു വനോവശവും ഉണ്ടാവൂല, ഒരു ദുഃഖവാർത്ത അവന് ഉണ്ടാവൂല, ഒരു വേദനാജനകമായ ഒന്നും ഉണ്ടാവൂല, ശാരീരികമാകുന്ന ഒരു അസ്വസ്ഥ അവന് ഉണ്ടാവൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഞാനിത് പറഞ്ഞത് ഒരു അമലിനാണ്. വാത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമലിന് എന്തെങ്കിലും കിട്ടണം, അതിനാണ് ഇത് പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹറക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഒന്നാമത്തെ റക്അത്ത്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വീണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഇങ്ങനെ ഈ 2 സൂറത്ത് ഓതി നിസ്കരിച്ചാൽ എന്താ കിട്ടുന്ന നേട്ടം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
മൻ സല്ലാ സുന്നതൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ സദഖ റസൂലുള്ളാഹി. ആരൊരുവൻ സുബഹി നമസ്കാരത്തിന്റെ സുന്നത്തിൽ അലം അലം എന്ന സൂക്തം ഓതിക്കൊണ്ട് നമസ്കരിച്ചിട്ടുണ്ടോ അവൻ അന്നത്തെ ദിവസം ഒരു മനോവിഷമമോ ദുഃഖമോ വേദനാജനകമായ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ മലബാറിലൊക്കെ വാഴ്ന്നു പറഞ്ഞിട്ട് ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരാണ് അമൽ ചെയ്തിട്ട് ഇന്നും വിളിച്ചു പറയുന്നു, ഉസ്താദേ ഭയങ്കര റാഹത്താണ്, വേറെ ഒന്നുമില്ലായിരിക്കും, ഈ ഒരു സൂക്തം ഓതി നമസ്കരിച്ചിട്ട് കിട്ടുന്ന നിർവൃതി ചെറുതല്ല. കാരണം ഇത് ആരാ പഠിപ്പിച്ചത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ, റസൂലുള്ളാഹി പറഞ്ഞു തന്നതാ. പിന്നെ നമ്മളെന്തിനാ പഠിക്കുന്നത്? ഇത് മുസ്ലിം ഉമ്മത്ത് സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർക്കുള്ളതല്ലേ? ബദ്അത്താര് കാണുന്നതൊക്കെ ഇല്ലാതാക്കി കൊണ്ട് നടക്കല്ലേ? ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധീരരായ പ്രവാചകന്റെ അനുരാഗികളാകുന്ന, പ്രവാചകന്റെ പ്രകീർത്തനങ്ങളും അപദാനങ്ങളും വാഴ്ത്തുന്ന, റസൂലുള്ളാഹിക്ക് വേണ്ടി സലാത്തുകൾ അധികരിപ്പിക്കുന്ന മുഅ്മിനീങ്ങൾക്കുള്ളതല്ലേ? ഇത് പറഞ്ഞു തന്നിട്ടുള്ള അവരല്ലേ ഇത് ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരൊറ്റ സഹോദര സഹോദരിമാരും ഇൻഷാ അല്ലാഹ് ഇത് അമൽ ചെയ്യാതിരിക്കരുത്. നാളത്തെ പ്രഭാതം മുതൽ അഥവാ സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ സൂക്തങ്ങൾ ഓതി നമസ്കരിക്കണം. ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂക്തം, രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീൽ ഓതി അതിനോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി നമസ്കരിക്കുക. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? നിസ്കാരം കഴിഞ്ഞാൽ തഹജ്ജുദ് ആ ദുആ പഠിപ്പിക്കുകയാണ് ഇവിടെ. എന്താണ് ആ ദുആയിലുള്ളത്? നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വേറൊന്നുമില്ല, നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമാണ്. നരകം അത്രമേൽ പ്രധാനമാണ്. അതുകൊണ്ടാണത്. اللهم بحق جبريل وميكائيل وإسرافيل وعزرائيل وحملة العرش ومحمد صلى الله عليه وسلم اللهم أجرني من النار. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സുബഹിയുടെ സുന്നത്ത് നമസ്കരിച്ചിട്ട് വലത് വശത്തേക്ക് ചെരിഞ്ഞ് വലത് കവളത്തിടത്തിലേക്ക് അവന്റെ വലത് കൈയുടെ ഉള്ളം കൈ വെച്ചുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് സഹോദരാ സഹോദരി നീ പറയണേ, അല്ലാഹുമ്മ ബിഹഖി ജിബ്രീല വമീകാഈല വഇസ്റാഫീല വഅസ്റാഈല വഹമലത്തിൽ അർശ് വമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم أجرني من النار. ജിബ്രീലിന്റെ ബറക്കത്ത് കൊണ്ട്, മീകായിലിന്റെ ബറക്കത്ത് കൊണ്ട്, ഇസ്രാഫീലിന്റെ ബറക്കത്ത് കൊണ്ട്, അസ്റായീലിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ അർശിനെ വലയം ചെയ്യുന്ന മലായികത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ട ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഗ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. 3 പ്രാവശ്യം ഈ ദുആ ആവർത്തിക്കുക. എവിടെ? സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് വലത് കവളത്തടത്തിലേക്ക് വലത് കൈ ചേർത്ത് വെച്ചിട്ട് നേരെ കിടക്കുക. വലതുവശം ചെരിഞ്ഞ് നമ്മുടെ ഖബറിൽ കിടക്കുന്നത് പോലെ. ഖബറിൽ കൈ കെട്ടിയായിരിക്കും, ഇവിടെ കൈയിൽ കവളത്തടത്തിലോട്ട് ചേർത്ത് വെച്ചിട്ട് കിടക്കുക. എന്നിട്ട് ഈ ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അവിടെയും നരകത്തെത്തിട്ടുള്ള കാവൽ. രാവിലെ എഴുന്നേറ്റപ്പോഴും കാവൽ തേടിയ മനുഷ്യനാണ്. മനസ്സിലായിക്കോണം. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇത് കഴിഞ്ഞ് ഷാഫി മദ്ഹബിലുള്ളവർക്കും അല്ലാത്തവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, സുബഹി നമസ്കാരം കഴിഞ്ഞാൽ കൈയും കാലും അനക്കാതെ അവിടെ ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം. അവന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കും. ഗഫിറ ലഹു വഇൻ കാനത മിസ്ല സബദിൽ ബഹർ. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സമുദ്രത്തിന്റെ നുരകൾക്ക് സമാനമായിട്ട്, അഥവാ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് കടലിന്റെ തീരത്തേക്ക് കടന്നു വരുന്ന പതയ്ക്ക് സമാനമായിട്ട് പാപമുണ്ടെങ്കിലും അല്ലാഹു അവന്റെ എല്ലാ ചെറുപാപങ്ങളും ആ ഒരൊറ്റ ദിക്ർ ചെല്ലുന്നതിലൂടെ പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏതാ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം.
എപ്പോഴൊക്കെ ഇത് ചെല്ലാറുണ്ട്? സുബഹി കഴിഞ്ഞിട്ടും മഗ്‌രിബിന് ശേഷവും, അഥവാ പ്രഭാതത്തിലും പ്രദോഷത്തിലും. ഇത് മാത്രമല്ല, ഒന്നുകൂടിയുണ്ട്, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. എന്താ അർത്ഥം? നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. എഴുന്നേറ്റതുള്ളൂ, രാവിലെ എഴുന്നേറ്റതുള്ളൂ. മാത്രമല്ല, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ശാഫി മദ്ഹബിലുള്ള സഹോദരാ സഹോദരി, നീ ചെയ്യുന്ന അമല ഏത് നമസ്കാരമായിക്കോട്ടെ, അവസാനത്തെ തഹിയ്യാത്തിൽ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ നമസ്കാരത്തിൽ ഒഴിയരുതേ. ഏത് ഫർളായിക്കോട്ടെ സുന്നത്തായിക്കോട്ടെ, അവസാനത്തെ തഹിയ്യാത്തിൽ നിന്ന് 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ നിങ്ങൾ പോകരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശക്തിമത്തായ സുന്നത്തായി റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. നമ്മളൊക്കെ അത് ചെയ്തിട്ടാണ് സലാം വീട്ടൽ. ഏതാണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുവേ, ഖബർ ജീവിതത്തിൽ എന്നെ നീ രക്ഷിക്കണേ അല്ലാഹ്. വമിൻ അദാബിൻ നാർ, നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഫിത്നകളെ തൊട്ടും മരണാസന്ന വേളയിലുള്ള ഫിത്നകളെ തൊട്ടും എന്നെ നീ കാക്കണേ അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. ഈ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ മുഅ്മിനേ മുഅ്മിനത്തെ നിന്റെ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ശക്തിമത്തായ സുന്നത്തായ ദുആ. അതിലുണ്ട് എന്ത്? നരകത്തെ തൊട്ടുള്ള കാവൽ തേടൽ. അത് പറയാനാണ് ഞാൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ, നരകീയ ശിക്ഷയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നർത്ഥം. അതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പ്രഭാതത്തിലും പ്രദോഷത്തിലും കാവൽ തേടുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാവൽ തേടുന്നു, സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെയും വലതുവശം ചെരിഞ്ഞ് കവിളത്തടത്തിലേക്ക് കൈ ചേർത്ത് വെച്ചിട്ട് അവിടെയും കാവൽ തേടുന്നു, സുബഹിയുടെ സുന്നത്തിലും കാവൽ തേടുന്നു, സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ഫർദ് നിസ്കാരത്തിന്റെ അവസാനത്തിലും കാവൽ തേടുന്നു, അത് കഴിഞ്ഞ് വീണ്ടും 7 പ്രാവശ്യം കാവൽ തേടുന്നു. ഇങ്ങനെ കാവൽ തേട്ടം തന്നെ. സുബ്ഹാനല്ലാഹ്. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. റഹ്മാനായ റബ്ബിന്റെ ദാസന്മാരുടെ അടിമകളുടെ വിശേഷണങ്ങൾ ഖുർആൻ എണ്ണി പറഞ്ഞെടുത്ത് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്. വല്ലദീന യഖൂലൂൻ ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. അല്ലാഹുവേ, നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്, നീ കാവൽ നൽകണേ നാഥാ. ഇവിടെയൊക്കെ നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ചുരുക്കാൻ. ഈ നരകത്തെ കുറിച്ച് പറഞ്ഞത് കത്തിയാളുന്ന നരകം, നരകം പറയാൻ ബാക്കി വെച്ചത്, ഇവരൊക്കെ ഞാൻ പറഞ്ഞത്, വിനീതം പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. ഇപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. നരകത്തിന്റെ അടിത്തട്ട് അർളുഹാ മിൻ റസാസ്, നരകത്തിന്റെ അടിത്തട്ട് ഈയത്തിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി. വസഖഫുഹാ മിൻ നുഹാസ്, നരകത്തിന്റെ മുകൾ ഭാഗം ചെമ്പാൻ സയ്യിദുനാ റസൂലുള്ളാഹി. ചെമ്പാവുമ്പോ എങ്ങനെയുണ്ട്? ചൂട് കുറയോ കൂടിയോ? കൂടും. ചൂടൊരിക്കലും പോകൂല. സഖഫുഹാ മിൻ നുഹാസ്, അതിന്റെ മുകൾ ഭാഗം മച്ച് ഭയങ്കര ചൂടാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ചെമ്പാൻ. ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്, അതിശക്തമായ പുകപടലമാണ്, ചൂട് കാറ്റ് വരികയാണ്. സുബ്ഹാനല്ലാഹ്. 3000 വർഷം കത്തിക്കപ്പെട്ട നരകം. ആ നരകമാണ് മുന്നിലേക്ക് വരുന്നത്. അതിന്റെ മുന്നിൽ വെച്ചാണ് വിചാരണ നടത്തപ്പെടുക. സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പൊ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ആ നരകത്തെ കൊണ്ടുവരുന്ന രംഗമൊക്കെ ഉണ്ട്, അതൊക്കെ പറയാൻ നിന്നാൽ സമയം ഒരുപാട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഭയക്കുന്നു. ഞാൻ തിരിച്ചു വരിക.
അവിടുന്ന് നാലാമത്തെ ഘട്ടം കഴിഞ്ഞ് പിന്നെ എത്തുക അൽ ജന്നത്തു അവിന്നാർ, മഹ്ശറയിൽ നിന്ന് പിന്നെ കൊണ്ടുപോകാം, ഒന്നില്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അവിടുന്ന് വേർതിരിക്കും ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. അഞ്ചാമത്തെ ഘട്ടം അതാണ്. ഒന്നാമത്തെ ഘട്ടം സൂചിപ്പിച്ചു ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. രണ്ടാമത്തെ ഘട്ടം സൂചിപ്പിച്ചു ദുനിയാവ്. മൂന്നാമത്തെ ഘട്ടം പറഞ്ഞു ഖബർ. നാലാമത്തെ ഘട്ടം പറഞ്ഞു മഹ്ശറ. അഞ്ചാമത്തെ ഘട്ടമാണ് ഈ പറയുന്നത് മഹ്ശറയിൽ നിന്ന് ഡിവൈഡ് ചെയ്യാൻ. യാ അല്ലാഹ്, നിസ്കരിച്ചാണോ, നോമ്പ് പിടിച്ചിട്ടുണ്ടോ, സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ, ഹജ്ജ് ചെയ്തിട്ടുണ്ടോ, ഈ ദുനിയാവാകുന്ന 40, 50, 60, 70 വയസ്സ് കാലഘട്ടത്തിൽ നന്മ ചെയ്തവനാണോ, യാ അല്ലാഹ് തആല സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോ. അതല്ല ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കള്ളുകുടിച്ച് കഞ്ചാവടിച്ച് നടന്നവനാണോ, നരകത്തിലോട്ട് പോയിക്കോ. ഫരീഖും ഫിസ് സഈർ, ഒരു കൂട്ടം ആളുകളെ സ്വർഗം, മറ്റൊരു കൂട്ടത്തെ നരകം. ഇത് തീരുമാനിക്കുന്നത് എവിടുന്നാ? മഹ്ശറയിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുക. പക്ഷെ അമൽ ഏതാ പരിഗണിക്കുക? രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ദുന്യാവാകുന്ന ഇഹലോകമാകുന്ന 60, 70 വയസ്സുള്ള കാലഘട്ടത്തിൽ ചെയ്തതാകുന്ന നന്മകൾ അല്ലെങ്കിൽ തിന്മകൾ, അതാണ് ഖബറിൽ പരിഗണിക്കുന്നത്, അതാണ് മഹ്ശറയിൽ പരിഗണിക്കുന്നത്. എല്ലായിടത്തും പരിഗണന ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിൽ നീ ചെയ്ത അമൽ, അത് മതി. ഈ ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് 1000 കൊല്ലക്കണക്കിന് വർഷം ജീവിച്ചു, അവിടെ ഒന്നും വേണ്ട. അവിടെ നീ കരാറ് ചെയ്ത് അള്ളാഹയെ അനുസരിക്കാന്ന് പറഞ്ഞിട്ട് നീ പോകുന്നതാ. ഈ ദുന്യാവാകുന്ന രണ്ടാമത്തെ കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കരിച്ചിട്ടുണ്ടോ, നമസ്കരിച്ചിട്ടുണ്ടോ, ഇബാദത്ത് എടുത്തിട്ടുണ്ടോ, എന്താ നീ ചെയ്തത്? വല്ല നന്മയുണ്ടെങ്കിൽ അള്ളാഹ് സ്വർഗത്തിലേക്ക് പോവാം. ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിലേക്ക് നോക്കിയിട്ട നിന്റെ എല്ലാ ജീവിതവും പരിഗണിക്കുന്നത്. നിനക്ക് സ്വർഗ നരകങ്ങൾ അല്ലാഹു ചെറുതല്ല, മനസ്സിലായിക്കോ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബർ തന്നാ പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയേക്കാലത്തിലും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അല്ലാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ ആദ്യം കിട്ടുന്ന ഫുഡ് ഏതാണെന്ന് ഒരിക്കൽ സ്വഹാബത്ത് നബിയോട് ചോദിക്കുക. മാ അവ്വലുമായി യഅ്കുലു അഹ്ലുൽ ജന്ന. സ്വർഗത്തിൽ പോകണ്ടേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ നിന്നല്ലേ നമ്മൾ ഇങ്ങോട്ട് ഇറക്കപ്പെട്ടത്, വാപ്പയെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കിയത്. തറവാട്ടിലേക്ക് പോകണ്ടേ, ഇസ്മായിലേ പോകണ്ടേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലെ ആദ്യത്തെ ഫുഡ് ഏതാണ്? അവ്വലുമായ യഅ്കുലു അഹ്ലുൽ ജന്ന യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, സ്വർഗത്തിൽ ആദ്യമായി വിരുന്ന് നൽകുന്നത് ഏതാണ്? സ്വർഗത്തിലെ ഭക്ഷണം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സഹാബാ കബ്ദുൽ ഹൂത്, വലിയൊരു മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്തു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നീ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് നല്ല തേങ്ങാച്ചോറും ബീഫും ആണെങ്കിൽ റാഹത്തായിരുന്നു ഉസ്താദേ. നമ്മളതല്ലേ കഴിച്ചിട്ടുള്ളൂ, വേറെ കഴിക്കണ്ടേ? നല്ല മീന് നീ കഴിച്ചിട്ടുള്ള ദുനിയാവി കഴിച്ചിട്ടുള്ള മീനൊന്നും അല്ല, ഐക്കോറയും ആവോലിയൊന്നും അല്ല, ഇതൊന്നും അല്ല, വേറെ മീനാണ്, ആമോറും ഒന്നും അല്ല. ഇത് സ്വർഗമാണെന്ന് സങ്കല്പിക്കണം. ആദ്യമായി നീ മനസ്സിലാക്കേണ്ടത് സ്വർഗമാണ്. നമുക്ക് മൂവാറ്റുപുഴയില് എവിടെ വന്നാലും നമ്മുടെ ഒരു മെയിൻ സ്പെഷ്യൽ അതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉറക്കെ പറയും, ബർക്കത്ത് ചെയ്യണ്ടേ? ഉറക്കെ പറയും. അല്ലാഹു നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. ഇന്ന് ഭക്ഷണം നൽകിയ സഹോദരൻ മുസ്തഫ എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് അല്ലാഹു ഐശ്വര്യം നൽകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ.
അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മേവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. സലാത്ത് സംബന്ധമായ വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മജ്‌ലിസുൻ നൂർ ഇസ്ലാമിക സെന്ററിലെ വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ മാഗസിൻ കുട്ടികളിവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹു എന്തെങ്കിലും ഒരു നല്ലൊരു സ്വതക്ക നൽകിയിട്ട് അത് കൈപ്പറ്റിക്കൊള്ളു. അല്ലാഹു നമ്മളെ സ്വീകരിക്കണം. ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. സ്വഹാബത്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്: വലിയൊരു മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒന്നും അല്ലല്ലോ സ്വർഗം. ഒന്നുമല്ല സ്വർഗം, ചെറുതല്ല. ആ സ്വർഗിക്കുന്നതോടെ സകല ചാനൽ പോവാണ് എല്ലാവരും. സ്വർഗത്തിൽ ഭക്ഷണമുണ്ടോ റസൂലേ? സ്വർഗത്തിൽ പാനീയമുണ്ടോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നഅം അസിയത മിനദ് ദുനിയാ. ഈ ദുനിയാവിൽ നീ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തെക്കാൾ, ഈ ദുനിയാവിൽ നീ കുടിച്ചിട്ടുള്ള കുടിനീരുകളെക്കാൾ കൂടുതൽ ഭക്ഷണവും പാനീയവും ഉണ്ടാവുക അത് സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഏറ്റവും കൂടുതൽ അവിടെയാ കിട്ടുക. ഈ ദുനിയാവിൽ നീ കുടിച്ചിട്ടുള്ളതിനേക്കാൾ, കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അവിടെ. ഇവിടെ നീ 5ഉം 10ഉം സമയത്തായിരിക്കും കഴിക്കുക. കിഴിപൊറോട്ട കഴിക്കാൻ പോയിട്ടുണ്ടാവും, കുഴിമന്തി കഴിക്കാൻ വേണ്ടി നീ പോയിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും അല്ല, ഇതിനപ്പുറത്തേക്ക് വലിയ ഫുഡ് അവിടെയാ കിട്ടുക. ഏറ്റവും കൂടുതൽ ഫുഡ് അവിടെയാണ്. ഉടനെ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, അയബൂലൂന വയതവതൂൻ, നബിയെ കാഷ്ടിക്കുകയില്ലയോ, മൂത്രിക്കുകയില്ലയോ? ഭക്ഷണം കഴിച്ചാൽ മലമൂത്ര വിസർജനം നടത്തേണ്ടി വരില്ലയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, ഇല്ല സാബ, ഇല്ല സാബ. ഫഖാലു, ഉടനെ സഹാബത്ത് വീണ്ടും ചോദിക്കുകയാണ്, കൈഫ തഖറുജുൽ ബഖിയത്തു മിൻഹും യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അവരുടെ ബാക്കി അവശേഷിക്കുക റസൂലേ? പുറത്തേക്ക് പോകണ്ടയോ, പോകണ്ടയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബാക്കി ആയിട്ടില്ല സഹാബ, വല്യതഅറഖൂൻ, ആ ജനങ്ങൾ വിയർപ്പിലൂടെ പോകുകയാണ്. അവരുടെ വിയർപ്പിലെ ഗ്രന്ഥിയിലൂടെ വിയർപ്പിന്റെ കണികകൾ പുറത്തേക്ക് പോകുമേ, അതാണ് ഭക്ഷണത്തിന്റെ വേസ്റ്റ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഫകാന അറഖഹും അൽ മിസ്കൂ, അവരുടെ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ പുറത്തു വരുന്ന വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.